ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ പല ക്യാമ്പസുകളിൽ നിന്നും വന്നിട്ടുള്ളത്, അതായത് SFI ഭരിക്കാത്ത SFIയുടെ യൂണിയൻ ഇല്ലാത്ത ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കാനും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സമയത്തും അവരെ ആക്രമിക്കുന്ന രീതിയിലുള്ള നടപടിയുമായിട്ടാണ് SFI മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം വാർത്തകൾ പുറത്തു വരുന്ന സമയത്തും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൊത്തം സംഘടിതമായി ABVP അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തു കൂട്ടുന്നു എന്നാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന കണക്കിനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം മര്യാദയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം അത് മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ തലയ്ക്ക് കെട്ടിവയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് SFI ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള നിലമേൽ NSSലെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് ഡിബേറ്റിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ 6-7 മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷവും അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. പല ക്യാമ്പസുകളിലെയും പല മാപ്പിളപ്പാട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പല പരിപാടികളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് 12 മണിക്കൂറിലധികം മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇരുന്ന് തളർന്ന് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വരെ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുണ്ട്. ഇന്ന് മ്യൂസിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വേദിയിൽ കയറിയിട്ട് കളിക്കേണ്ട അവസ്ഥ വരെ സംജാതമായിരിക്കുന്നു. ഇത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ തങ്ങൾക്ക് യൂണിയൻ ഇല്ലാത്ത ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കില്ല അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യും എന്നുള്ള SFIയുടെ ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കലോത്സവം കാണുവാനും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്ന SFIയുടെ സ്ഥിരം ഭീകര സ്വഭാവം, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല രീതിയിൽ കലോത്സവം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും കലോത്സവ നടത്തിപ്പിൽ നിന്ന് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോയിക്കൊണ്ട് മറ്റുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനം കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജഡ്ജിമാരെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ABVPയുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ VC അവസാന നിമിഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം നിർത്തിവെക്കണമെന്ന നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് വന്നു. അതിനെ താൽക്കാലികമായി ABVP അംഗീകരിക്കുന്നു. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ല. അത് മൊത്തം വിദ്യാർത്ഥികൾക്ക്, കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുവാനും സന്ദർശിക്കുവാനും അവസരമൊരുങ്ങേണ്ട ഒരു ഉത്സവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന, എല്ലാ വിദ്യാർത്ഥികൾക്കും സന്ദർശിക്കാൻ സാധിക്കുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം മാറണം. SFIയുടെ അക്രമം, പക്ഷപാതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി കലോത്സവം മുതൽ യൂണിവേഴ്സിറ്റിയുടെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്ത കേരളത്തിലെ ക്യാമ്പസുകളിലെ SFIയുടെ അക്രമം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന SFIയുടെ അക്രമവും പക്ഷപാതവും മറ്റു വിദ്യാർത്ഥികളെ തഴയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ABVP ഗവർണർക്ക്, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അധികാരിയായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക്, അതോടൊപ്പം തന്നെ VCക്ക് ഒക്കെ പരാതി കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുന്ന രീതിയിൽ കലോത്സവം ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ABVP ആഗ്രഹിക്കുന്നത്. നിലവിൽ നടക്കാത്ത പരിപാടികൾ അതെല്ലാം നടത്തണം. പക്ഷേ അത് ഇത്തരത്തിൽ SFIയുടെ ധാർഷ്ട്യത്തിൻ്റെ പുറത്തല്ല, എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളെയും
എല്ലാ കലാപ്രേമികളെയും കാണുവാൻ വേണ്ടിയിട്ടും അവർക്കെല്ലാം സന്ദർശിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് ABVP മുന്നോട്ട് പോകും. നിലവിൽ പരാതിയുമായിട്ട് ABVP മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് VC യെയും ഗവർണറെയും സന്ദർശിച്ചുകൊണ്ട് ABVP യുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും.